വാർത്തകൾ വിശദമായി തന്നെ പരിശോധിക്കാം. ഇടുക്കി നെടുങ്കണ്ടം തേവാരമെട്ടിൽ അച്ഛന്റെ സഹോദരനെ കൊലപ്പെടുത്തിയ ഇരട്ട സഹോദരങ്ങൾ പോലീസ് പിടിയിലായി. തേവാരമെട്ട് ഭോജൻ കമ്പനി സ്വദേശി മുരുകേശനാണ് കൊല്ലപ്പെട്ടത്. ഭുവനേശ്വരും വിഘ്നേശ്വരും ചേർന്നാണ് മുരുകേശനെ കഴുത്തറുത്ത് കൊന്നത്. തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള തേവാരമെട്ടിലാണ് ഞെട്ടിക്കുന്ന കൊലപാതകം നടന്നത്. മുരുകേശന്റെ സഹോദരപുത്രന്മാരായ ഭുവനേശ്വർ, വിഘ്നേശ്വർ എന്നിവർ വീട്ടിലെത്തുകയും മുരുകേശനെ കഴുത്തറുത്ത് കൊന്നുകളയുകയുമായിരുന്നു. ഒരാൾ മുരുകേശനെ പിടിച്ചുവെക്കുകയും മറ്റേയാൾ കഴുത്തറുക്കുകയും ചെയ്തു എന്നാണ് പോലീസിന് ലഭിച്ച പ്രാഥമിക വിവരം. കൊലപാതകത്തിനു ശേഷം സഹോദരങ്ങൾ രണ്ടുപേരും രണ്ടു വഴിക്കോടി. അടുത്തുള്ള കടയിൽ നിന്ന് സിഗരറ്റ് വലിച്ച ശേഷമാണ് ഭുവനേശ്വർ കടന്നുകളഞ്ഞത്. കൊല്ലപ്പെട്ട മുരുകേശന്റെ ഫോൺ ഉപയോഗിച്ച് കൊലപാതക വിവരം ഇരുവരും ബന്ധുക്കളെ വിളിച്ചു പറയുകയും ചെയ്തിരുന്നു. വിവരം അറിഞ്ഞതിനു പിന്നാലെ നെടുങ്കണ്ടം പോലീസ് നാട്ടുകാരുടെ സഹായത്തോടെ ഇരട്ട സഹോദരന്മാർക്കായി തെരച്ചിൽ ആരംഭിച്ചു. ഇതിനു പിന്നാലെയാണ് ഇവർ പിടിയിലാകുന്നത്. അതിർത്തി മേഖലയിലുള്ള ഏലത്തോട്ടത്തിലെ ജോലിക്കാരായിരുന്നു കൊല്ലപ്പെട്ട മുരുകേശനും കൊലപാതകം നടത്തിയ സഹോദരങ്ങളും. മൂവരും തമിഴ്നാട് കോമ്പെ സ്വദേശികളാണ്. യുവാക്കൾക്കെതിരെ തമിഴ്നാട്ടിൽ വിവിധ കേസുകളുണ്ട്. ഇരുവരുടെയും ക്രിമിനൽ പശ്ചാത്തലം പോലീസിനെ അറിയിച്ചത് മുരുകേശനാണെന്നാണ് പുറത്തുവരുന്ന സൂചന. അവർ തമ്മിലുള്ള തർക്കങ്ങൾ, ഇവർ മറ്റ് കേസുകൾ, തമിഴ്നാട്ടിലെ കേസുകൾ പ്രതികളാണെന്ന് പറയപ്പെടുന്നു. അത് സംബന്ധിച്ച് തർക്കങ്ങളും അത് സംബന്ധിച്ച് പോലീസ് ഇവിടെ അന്വേഷിച്ച് വരാനും അത് മുരുകൻ വിവരങ്ങൾ തമിഴ്നാട് പോലീസിന് കൈമാറിയെന്നും മറ്റുള്ള വിവരങ്ങൾ, പിന്നെ ഇതിലുള്ള മദ്യപാന സ്വഭാവവും മറ്റുമായിട്ട് ഇടയ്ക്കൊക്കെ തർക്കങ്ങൾ ഉണ്ടാകാറുള്ളതാണ്. അങ്ങനെ ഒരു തർക്കത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം ഇപ്രകാരം പ്രതികളെ ചോദ്യം ചെയ്യലെന്നും അപ്രകാരമുള്ള തർക്കത്തിൻ്റെ ഫലമാണ് ഈ പ്രകാരം ഒരു അക്രമത്തിലേക്ക് നയിച്ചതെന്ന് നമുക്ക് അന്വേഷണത്തിൽ വെളിവായിട്ടുണ്ട്. 3 പേരും തമ്മിൽ സാമ്പത്തിക തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അമിതമായി മദ്യപിച്ച ശേഷമാണ് ഇരട്ട സഹോദരങ്ങൾ മുരുകേശനെ കാണാനെത്തിയിരുന്നത്. കൃത്യം നടക്കുന്ന സമയം മുരുകേശനൊപ്പം ഒരു കൊച്ചുകുട്ടിയും വീട്ടിലുണ്ടായിരുന്നു. കുട്ടിയെയും ഇവർ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഭുവനേശ്വറിനെയും വിഘ്നേശ്വറിനെയും നെടുങ്കണ്ടം പോലീസ് കൊലപാതകം നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ന്യൂസ് മലയാളം, ഇടുക്കി.